പരിശുദ്ധനാം താതനേ, കരുണയിൻ സാഗരമേ, കൃപയിൻ ഉറവിടമേ, ആശ്വാസദായകനേ, നാഥാ നീ മതി എനിക്ക്, നിൻ കൃപ മതി എനിക്ക്, ഈ മരുയാത്രയതിൽ തിരുകൃപ മതി എനിക്കും. ഈ മരുയാത്രയതിൽ തിരുകൃപ മതി എനിക്കും. ഈ മരുയാത്രയതിൽ തിരുകൃപ മതി എനിക്ക്. നന്ദി പിതാവേ, സ്തുതിക്കുന്നു കർത്താവേ, സ്തോത്രം ചെയ്യുന്നു കരുണയുള്ള നാഥാ സ്വർഗീയ പിതാവേ. അതിമനോഹരമായ നല്ല ദിവസത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പ്രഭാതത്തിൽ ഉണർന്നെൻ്റെ കർത്താവിനെ ഒന്ന് സ്തുതിപ്പാൻ മഹത്വപ്പെടുത്തുവാൻ തന്ന ഭാഗ്യത്തിനായി നന്ദി കർത്താവേ, നന്ദി കർത്താവേ. എൻ്റെ ഈ പ്രാർത്ഥനാ ശബ്ദം ശ്രവിക്കുന്ന ഓരോ പ്രിയ മക്കളെയും ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഓരോ പ്രാർത്ഥനാ വിഷയത്തെയും തമ്പുരാൻ്റെ കരങ്ങളിലോട്ട് തരുന്നു. ഞങ്ങളായിരിക്കുന്ന ഇടം അറിയുന്നു, ഞങ്ങളുടെ ഉള്ള അവസ്ഥകൾ അറിയുന്നു, ഞങ്ങളുടെ രോഗങ്ങളും ഭാരങ്ങളും വേദനകളും അറിയുന്ന ദൈവം അവിടുന്ന് ആകയാൽ ഞങ്ങൾ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ കർത്താവെ ഒരു കുടുംബമായി എടുത്ത് പാദപീഠത്തിലോട്ട് ചേർന്ന് കടന്നു വരുന്ന കർത്താവെ, അവിടുന്ന് ഞങ്ങളെ സഹായിപ്പാൻ സർവശക്തനും മനസ്സലിവും കരുണയുമുള്ള ദൈവമാകിയാൽ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ ഓരോ പ്രാർത്ഥനാ വിഷയത്തിൻ്റെ മേലും തമ്പുരാൻ്റെ കരുണയുടെ കരം നീട്ടുന്നതോർത്ത് നന്ദിയോടെ സ്തുതിക്കുന്നപ്പാ, സ്തോത്രം ചെയ്യുന്നു. അടിയങ്ങളുടെ കുടുംബത്തെ ഏൽപ്പിക്കട്ടെ. ഞങ്ങളുടെ ജീവിത പങ്കാളി ദാനമായി തന്ന കുഞ്ഞുങ്ങൾ അവരുടെ കർത്താവ് പരീക്ഷയിലെല്ലാം കർത്താവ് കൂടെ ഇരുന്ന് സഹായിച്ച് ഇത്രത്തോളം നടത്തിയതോർത്ത് നന്ദി. വീണ്ടും പരീക്ഷയുള്ള കുഞ്ഞുങ്ങളുണ്ട്, അവരെയും സഹായിച്ചാട്ടപ്പോൾ അത്ഭുതമായി നടത്തിക്കാട്ടെ. നല്ല വിജയം കണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തണം, അതിനായി ഞങ്ങളെ ഒരുക്കണം. ദൈവമായ കർത്താവെ നന്ദി അപ്പാ, സ്തോത്രം. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഹല്ലേലൂയ അനുഗ്രഹിക്കപ്പെട്ട ഭാവി ജീവിതം ഒരുക്കണമേ. ജോലി ചെയ്യുന്ന മക്കളെ സഹായിക്കണമേ. ജോലിയില്ലാത്ത മക്കൾക്ക് വേണ്ടി സ്വർഗം വഴികളെ തുറക്കണമേ. വിവാഹപ്രായമായ മക്കൾക്ക് തക്ക തുണ ഒരുക്കണമേ. വിവാഹം നടക്കുവാൻ സഹായിക്കണമേ. ഗർഭിണികളായ മക്കളെ ഉള്ളംകരത്തിൽ വഹിച്ചോണേ. തലമുറകളില്ലാതെ ഭാരപ്പെടുന്ന ദമ്പതിമാർക്ക് തലമുറകളെ കൊടുത്ത് അനുഗ്രഹിക്കണമേ. ഞങ്ങൾക്ക് ദാനമായി തന്ന എല്ലാ കൊച്ചു പൈതങ്ങളെയും അവിടുന്ന് വളർത്തിത്തരണമേ. ബാലപീഠയിൽ നിന്ന് വിടുവിക്കണമേ. ഞങ്ങളുടെ വാർദ്ധക്യത്തിലായിരിക്കുന്ന മാതാപിതാക്കളെ താങ്ങിക്കൊള്ളണമേ. ഞങ്ങളുടെ അനാഥരെയും വിധവകളെയും സംരക്ഷിച്ചാട്ട് കർത്താവേ. ഞങ്ങളുടെ കടഭാരമുള്ള മക്കളെ ഏൽപ്പിച്ചു തരുന്നപ്പോൾ അവരുടെ ബുദ്ധിമുട്ട് പൂർണ്ണമായും തീർത്തു കൊടുക്കണമേ. ഭവനമില്ലാത്ത മക്കൾക്ക് ഭവനം നൽകി അനുഗ്രഹിക്കണമേ കർത്താവേ. കുടുംബജീവിതത്തിൽ സ്വസ്ഥതയും സമാധാനമില്ലാത്ത മക്കൾക്ക് സമാധാനം നൽകി അനുഗ്രഹിക്കണമേ കർത്താവേ. മദ്യപാനത്താൽ ഭാരപ്പെടുന്ന ജീവിതങ്ങളോട് കരുണ തോന്നണമേ. കരയുന്ന മാതാപിതാക്കളോട്, സഹോദരിമാരോട്, കുഞ്ഞുങ്ങളോട് മനസ്സലിയണമേ കർത്താവേ. അവരെ രൂപാന്തരപ്പെടുത്തി തരേണ്ടതിനായി ഞങ്ങളങ്ങയോട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ആമേൻ. ലഹരിക്ക് അടിമപ്പെട്ട അനേക കുഞ്ഞുങ്ങൾ പ്രിയപ്പെട്ടവരൊക്കെയും കർത്താവേ, കുടുംബങ്ങളിൽ സ്വസ്ഥതയും സമാധാനമില്ലാതെ കർത്താവേ, ദേശത്തിനും രാജ്യത്തിനും നാശം വിതച്ചു കൊണ്ടിരിക്കുമ്പോൾ തമ്പുരാനെ ഞങ്ങളങ്ങയോട് പ്രാർത്ഥിക്കുകയാ. ഈ ലഹരി പദാർത്ഥം പൂർണ്ണമായും ലോകത്തിൽ നിന്ന് മാറിപ്പോകണം കർത്താവേ. ഇതിനൊക്കെ ഒരു അറുതി വരുത്തിയേ മതിയാകുമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഞങ്ങളുടെ തലമുറകൾ കുഞ്ഞുങ്ങൾ നശിച്ചു പോകാൻ അനുവദിക്കല്ലെന്ന് അടിയനങ്ങയോട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. മേലധികാരികളോടൊക്കെ സ്വർഗം ഇടപെടുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. നന്ദി പിതാവേ, നന്ദി നന്ദി കർത്താവേ. ഈ സമയം ഞങ്ങളുടെ ഉപജീവനമാർഗത്തെ തൃക്കരങ്ങളിൽ ഏൽപ്പിക്കട്ടെ. എൻ്റെ സ്വർഗത്തിലെ അപ്പച്ചനെന്ന് വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകണം. ആരുടെയും മുമ്പിൽ കൈനിട്ടുവാൻ അനുവദിക്കാതെ കർത്താവ് തൻ്റെ മക്കൾക്ക് വേണ്ടുന്ന ദിനംതോറും കൊടുത്ത് പോഷിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ബിസിനസ് ചെയ്യുന്ന മക്കളെയും അനുഗ്രഹിക്കട്ടെ. കഷ്ടനഷ്ടം കൂടാതെ കർത്താവ് കാത്തുകൊള്ളണേ. എല്ലാ നന്മകൾക്കും അനുഗ്രഹിക്കണം. എല്ലാവരെയും യോഗ്യരാക്കണമേ കർത്താവ്. ദൂരത്തും ചാരത്തുമായിരിക്കുന്ന എല്ലാ മക്കളെയും ചേർത്ത് വെച്ച് പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. സൗഖ്യത്തിലും സമാധാനത്തിലും സന്തോഷത്തിലും സമൃദ്ധിയിലും ദൈവകൃപയിലും നടത്തണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവെ, ആരോരുമില്ലാതെ രോഗാവസ്ഥയിലൊക്കെ ഭവനത്തിൻ്റെ ഉള്ളറയിലായിരിക്കുന്ന ജീവിതങ്ങളെ സമർപ്പിക്കുകയാണ് നാഥാ. എൻ്റെ പ്രാർത്ഥനയെ ചോദിച്ച പ്രിയപ്പെട്ട മക്കളുണ്ട്. അപ്പോൾ അവിടുത്തെ പൊന്നുകരങ്ങളിലോട്ട് ഏൽപ്പിച്ചു തരുന്നു. എൻ്റെ സ്വർഗത്തിലെ ദൈവം തൻ്റെ മക്കളെ സഹായിക്കണമേ. അങ്ങ് ഹല്ലേലൂയ താങ്ങുന്ന ദൈവമാകിയാൽ സ്തോത്രം. സൗഖ്യം നൽകുന്ന ദൈവമാകിയാൽ സ്തോത്രം. ഹല്ലേലൂയ സമാധാനത്തോടെ സൂക്ഷിക്കുന്ന ദൈവമാകിയാൽ സ്തോത്രം. ബലവാനെ അങ്ങയുടെ കരങ്ങളിൽ ഓരോ മക്കളെയും ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സ്വർഗം സഹായിക്കണമേ കർത്താവെ. ഹല്ലേലൂയ കർത്താവെ സ്തോത്രം. ഹല്ലേലൂയ കർത്താവെ. എല്ലുകളുടെ വേദനകളാൽ കിടക്കകളിലായിരിക്കുന്ന മകളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു നാഥ.
ഹോസ്പിറ്റലിൽ പോലും ഒന്ന് കടന്നു പോകുവാനൊരു സഹായമില്ലാതെ ഭാരപ്പെടുന്നത് സ്വർഗം അറിയുന്നല്ലോ. നിൻ്റെ ദൂതനെ അവിടെ ഇറക്കണമേ, നിൻ്റെ സൗഖ്യം തൻ്റെ മകൾക്ക് കൊടുക്കണമേ അപ്പാ. മനസ്സല്യണമേ കർത്താവേ. അപ്പാ, നിന്നെ കണ്ടിറങ്ങി വിശ്വാസത്തിൽ കാത്തിരിക്കുന്ന ജീവിതമാ ലജ്ജിച്ചു പോകാൻ അനുവദിക്കല്ലെന്ന് അടിയനങ്ങയോട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അങ്ങയുടെ പാതപിടം ചേർന്ന് കടന്നിട്ടുള്ള ഒരു മനുഷ്യരും ലജ്ജിച്ചു പോകാൻ നീ സമ്മതിക്കുന്ന ദൈവമല്ലല്ലോ. ആ വിശ്വാസം വർദ്ധിക്കട്ടെ കർത്താവ്. നീ അത്ഭുത സൗഖ്യം നൽകണമെന്ന് അടിയനങ്ങയോട് പ്രാർത്ഥിക്കുകയാണ്. പൊന്നുകരം ചേർത്ത് പിടിച്ചോണേയപ്പാ. ആദിവേദനകളിൽ നിന്നൊക്കെ ഒന്ന് വിടുവിക്കണം. എഴുന്നേറ്റ് നടപ്പാൻ സഹായിക്കണമേ കർത്താവ്. ഇത്രത്തോളം സൗഖ്യം കൊടുത്ത ദൈവമേ, നിൻ്റെ മകളെ കൈവിടല്ലേ, ഉപേക്ഷിക്കല്ലേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ വിഷയത്തിനും മറുപടി അയച്ചാട്ട് കർത്താവ്. അതുപോലെ ശ്വാസതടസ്സത്താൽ ഭാരപ്പെടുന്ന മകനുണ്ടപ്പാ. നിൻ്റെ മകനെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. നിൻ്റെ ശ്വാസം നൽകിയിരിക്കാൻ സ്തോത്രം, അത്ഭുത വിടുതൽ അയച്ചിരിക്കാൻ സ്തോത്രം. ആ കിടക്ക വിട്ടൊന്ന് എഴുന്നേൽക്കണം, കർത്താവിനെ മഹത്വപ്പെടുത്തണം, ആ കുടുംബത്തോട് കരുണ തോന്നണം, പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ച് ഏൽപ്പിക്കുന്നു കർത്താവേ. സ്തോത്രം സ്തോത്രപ്പാ, സ്തോത്രം സ്തോത്രം. അങ്ങനെ രോഗത്താൽ ഭാരപ്പെടുന്ന എല്ലാ മക്കളെയും പ്രാർത്ഥിച്ച് ഏൽപ്പിക്കുന്നു. ക്യാൻസർ രോഗികൾ, കിഡ്നി രോഗികൾ, ഹാർട്ടിനും ലിവറിനും കുഴപ്പമുള്ളവർ, ബൈപ്പാസ് സർജറിക്കായിട്ട് ഒരുങ്ങുന്നവരെ എല്ലാം കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. നാഥാ, നിൻ്റെ ആണിപ്പഴുതുള്ള കരമൊന്ന് നീട്ടി സൗഖ്യമാക്കിയാൽ മതി. ആമേൻ. ഞങ്ങൾക്ക് ഡോക്ടർമാരെക്കാൾ വലിയ ഡോക്ടർ എൻ്റെ അപ്പച്ചനാകിയാൽ അപ്പൻ്റെ കരങ്ങളിൽ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ സമർപ്പിക്കുകയാ. അങ്ങൊരു വാക്ക് കൽപ്പിച്ചാൽ മതി, അങ്ങൊന്ന് തൊട്ടാൽ മതിയപ്പാ. അവിടുത്തെ സൗഖ്യം കാത്തു കിടക്കുകയാണ്. എൻ്റെ അപ്പൻ ഓരോ മക്കളെയും തൊട്ട് സുഖപ്പെടുത്തുമാറാകണം. അങ്ങനെ കർത്താവേ, കാഴ്ചയില്ലാത്ത ജീവിതമുണ്ടപ്പാ. ബ്ലീഡിങ്ങിനാൽ ഭാരമുള്ളവരുണ്ട്, ഉദരത്തിൽ മുഴയുള്ളവരുണ്ട് കർത്താവ്, ഫിക്സ് വരുന്ന ജീവിതമുണ്ട് കർത്താവേ. അപ്പൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കരുണ കാണിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അത്ഭുതം ചെയ്തിരിക്കാൽ സ്തോത്രം, വിടുതലയച്ചിരിക്കുകയാൽ നന്ദി കർത്താവേ. വീണ്ടും ഇന്ന് പകൽക്കാലം ജീവിപ്പാൻ ആവശ്യമാർന്ന സ്വർഗത്തിലെ അനുഗ്രഹങ്ങളെ തന്ന് ഞങ്ങളെ സഹായിക്കണം. പൊന്നുകരം ഞങ്ങളെ ചേർത്ത് പിടിക്കണം. പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ച് ഏൽപ്പിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം.